ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം റെഡ് കാർപ്പറ്റ്. ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിൽ നിങ്ങളോടൊപ്പമുള്ളത് RJ അനാമികയാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത്, നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ളത് കൊട്ടാരക്കരയിലെ ഏവർക്കും പ്രിയങ്കരിയായിട്ടുള്ള സിനിമ സീരിയൽ ആക്ട്രസ് ആയിട്ടുള്ള രമ്യ ചേച്ചിയാണ്. രമ്യ ചേച്ചി ഇപ്പോൾ കൗമുദി ടിവിയിലെ വസുധ എന്ന് പറഞ്ഞ സീരിയലിലെ ലക്ഷ്മി എന്ന ക്യാരക്ടർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയാണ് ഇന്ന് നമ്മുടെ റെഡ് കാർപ്പറ്റിൽ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത്. ചേച്ചി, വെൽക്ം ടു റെഡ് കാർപ്പറ്റ്. നമസ്കാരം മോളെ. നമസ്കാരം. ഓക്കെ, അപ്പൊ ചേച്ചി ഷൂട്ടിന്റെ തിരക്കിലൊക്കെ ആണോ അതോ? ഷൂട്ടിന്റെ തിരക്കിലാണ്. എങ്കിൽ പോലും ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ഞാനിപ്പോ ആ ടൈം മാറ്റി വെച്ചിട്ട് നിങ്ങളോടൊപ്പം ചെലവഴിക്കുന്നത്. ഓക്കെ ചേച്ചി, അപ്പൊ ഒരുപാട് സന്തോഷം. എനിക്കും ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ചേച്ചി ഈ ഒരു സിനിമയിലേക്ക് അല്ലെങ്കിൽ സീരിയലിലേക്കുള്ള തുടക്കം എങ്ങനെയായിരുന്നു? നമുക്കൊരു ആഗ്രഹം തോന്നത്തില്ല സിനിമയിലേക്ക് അഭിനയിക്കണം അല്ലെങ്കിൽ സീരിയലിൽ ഒരു റോള് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹം വരത്തില്ല? അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്തത്? ആഗ്രഹം എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വന്നെത്തിയിട്ട് ഏകദേശം ഒരു 4 വർഷത്തോളം ആകുന്നു. അപ്പോ ശരിക്കും പറയാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് വരണം അങ്ങനെയുള്ളൊരു ചിന്തയിൽ ഇരുന്ന ഒരാളൊന്നും അല്ല. എങ്കിൽ പോലും അന്നത്തെ ഒരു സാഹചര്യത്തിൽ നല്ലൊരു ക്യാരക്ടർ ഡയറക്ടർ തന്നെ നേരിട്ടു നമുക്ക് വന്ന് കണ്ട് സംസാരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൊഫഷനിലേക്ക് ശരിക്കും പറയാൻ എത്തിച്ചേർന്നത്. 4 വർഷത്തോളമാകുന്നു. പിന്നീട് അങ്ങോട്ട് ചെറിയ ചെറിയ വർക്കുകൾ സീരിയലായി, ഇപ്പോ സിനിമ കഴിഞ്ഞു, അങ്ങനെയൊക്കെ നിൽക്കുന്നു. ആദ്യമായിട്ട് അഭിനയിച്ചപ്പോൾ ആ ഒരു സമയത്ത് ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ആദ്യമായിട്ട് ഈ ആക്ടിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആദ്യമായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു പ്രതീക്ഷയും ഇല്ലാണ്ട് നമ്മൾ എത്തിച്ചേരുന്ന ഒരു സംഭവമാണല്ലോ. അപ്പൊ അതിൻ്റെതായ ചെറിയൊരു ടെൻഷനുകൾ നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. പിന്നീട് അങ്ങോട്ട് നമുക്കറിയാം നമ്മുടെ പ്രൊഫഷൻ ഇതാണ്, ഇത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ അതിനെ നേരിട്ട് ഇപ്പൊ നമുക്ക് ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ധൈര്യമായിട്ട് മുൻപോട്ട് പോകുന്നു. ചേച്ചി ഇപ്പം സീരിയലിൽ ഓരോ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുമല്ലോ, അപ്പൊ അത് ജീവിതവുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്ത് നമ്മൾ അഭിനയിക്കുന്നത്? നമ്മള് ശരിക്കും പറയാൻ നമ്മളിപ്പോ ഇന്ന് ചെയ്യുന്ന ഓരോ ക്യാരക്ടറുകൾ, ഞാനടക്കം ഓരോ ആർട്ടിസ്റ്റുമാരാണെങ്കിലും നമ്മൾ ജീവിതത്തിൽ കണ്ടുവരുന്ന ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് നമ്മള് ഇപ്പം സീരിയലിലായാലും സിനിമയിലായാലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും ഈ പറയും പോലെ സീരിയലിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ ജീവിതത്തിലും നിത്യജീവിതത്തിലും വന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ നമുക്കറിയാം ഇത് ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പൊ ഏത് ക്യാരക്ടർ വന്നാലും നമ്മുടെ പ്രൊഫഷൻ അതാണ്. നമ്മളപ്പോ അതിനെ തന്നെ മനസ്സിരുത്തി മുൻപോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. സന്തോഷത്തോടു കൂടി തന്നെ വർക്കുകൾ ചെയ്തു പോകുന്നു. നമ്മളിപ്പോ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ഒരു ഇമോഷൻ എന്താണ്? സന്തോഷമാണോ, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണോ, അല്ലെങ്കിൽ ഭയങ്കര ഒരു കലിപ്പത്തി ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാനായിട്ടാണോ ഇഷ്ടം? അല്ല, എനിക്ക് നമ്മൾ ഒരു ആക്ട്രസ് എന്ന നിലയിൽ അത് പറയാൻ പാടില്ല. ഏത് കിട്ടിയാലും നമ്മൾ ആ ക്യാരക്ടർ നമ്മുടെ പ്രൊഫഷനാണെന്ന് കരുതി ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അമ്മ ക്യാരക്ടറാണ്. ഒപ്പം ഈ പറഞ്ഞ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ ഒരു സംഭവമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു നെഗറ്റീവ് കഥാപാത്രം ചെയ്യാനൊന്നും ശരിക്കും പറഞ്ഞാൽ ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. എങ്കിൽ പോലും ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കഥാപാത്രവുമാണ്. ഇഷ്ടം നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ നമ്മൾ ചെയ്തു നോക്കാം. നമ്മൾ എപ്പോഴും എപ്പോഴും സന്തോഷമുള്ള ക്യാരക്ടർ അല്ലെങ്കിൽ അമ്മ കഥാപാത്രങ്ങൾ മാത്രമല്ലാതെ ഇതുപോലെയുള്ള നെഗറ്റീവ് ഷെയ്ഡുകളുള്ള കഥാപാത്രങ്ങളും നമുക്ക് പറ്റുമെന്ന് തെളിയിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണല്ലോ ഈ ഒരു ആക്ടിങ്. അതെ, പറ്റുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് തുടക്കത്തിൽ എനിക്കൊരു പാടായിരുന്നു അത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സീരിയലും എനിക്ക് നെഗറ്റീവ് കഥാപാത്രമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ഒരു ആക്ടിങ് കരിയറിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? ആക്ടിങ് എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പൊ ഞാൻ ചെയ്ത ഒരു മൂവി ഉണ്ടായിരുന്നു, ഈ ബന്ധം സൂപ്പറാണ് എന്നൊരു സിനിമയാണ് ഞാനിപ്പോ ചെയ്തു. അത് 15-ാം തീയതി റിലീസായിരുന്നു. അപ്പം ആ ഒരു കഥാപാത്രം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ്. അപ്പം അതുപോണം ഉള്ള കഥാപാത്രങ്ങൾ ഇനിയും കിട്ടാനും അത് ചെയ്യാനും ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും പ്രതീക്ഷയും ഒക്കെ. ചെയ്തു വച്ചിരിക്കുന്നതും അങ്ങനെയുള്ളൊരു 1-2 കഥാപാത്രങ്ങളാണ് റിലീസിനായിട്ട് മേജർ രവിയുടെ ഭാര്യയായിട്ടായിരുന്നല്ലോ ഈ ഒരു സിനിമയിൽ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? സാർ ആർമിയിലൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പം അത്രയും വലിയ സീനിയർ ആയിട്ടുള്ള ഒരാളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് പേടിയും ഉണ്ടായിരിക്കും, ടെൻഷൻ ഉണ്ടായിരിക്കും, ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തത്?
അതെ, ഞാൻ മേജർ രവി സാറിന്റെ വൈഫിന്റെ ക്യാരക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ്. കാര്യം അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തിയുടെയൊക്കെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ ചെന്ന് ഒരുപാട് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നമ്മളോട് അത്രയും നല്ല രീതിയിൽ പെരുമാറി നമുക്ക് അഭിനയത്തെ കുറിച്ച് ഇന്നതാണ്, പേടിക്കണ്ട, ധൈര്യമായിട്ട് നിൽക്ക്. അപ്പൊ നമുക്ക് അടുത്ത് ചെല്ലുമ്പോ സാറ് മേജർ രവി സാറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ട്. ഒരു ഡയറക്ടറുമായിരുന്നല്ലോ. പക്ഷെ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ഒരാവശ്യമില്ലായിരുന്നു. അത്ര നമ്മളുമായിട്ട് സഹകരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും അഭിനയത്തെ കുറിച്ച് അത്രത്തോളം കാര്യങ്ങൾ വ്യക്തമാക്കി തന്നെ നമ്മളെ ചേർത്ത് പിടിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്കത്. ചേച്ചിക്കിപ്പോ സിനിമ നമ്മള് തിയേറ്ററിലേക്ക് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമാണല്ലേ. നമ്മള് ബിഗ് സ്ക്രീനിൽ നമ്മുടെ ഫേസ് വരുമ്പോ എല്ലാവരുടെ കൂടെ ഇരുന്ന് നമുക്ക് കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് അത്രയും അധികം വലുതാണല്ലേ. അതെങ്ങനെയാണ് ചേച്ചിക്ക് പറയാൻ പറ്റുക അതിനെക്കുറിച്ച്? അതെ, എനിക്ക് തോന്നുന്നു ഞാൻ കോവിഡ് ടൈം മുതലേ മൂവീസ് ചെയ്തു വെച്ചിരുന്നു നമുക്ക്. അപ്പൊ ആ ഒരു മൂവി റിലീസ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിന്റെ ഇടയിൽ പല വർക്കുകൾ നമ്മൾ ചെയ്തു, സീരിയലായാലും ഒക്കെ ചെയ്തെങ്കിലും ഇത് തിയേറ്ററിലേക്ക് എത്തുന്ന ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. ബസ്സിലൊക്കെ പോസ്റ്റർ അങ്ങനെയൊക്കെ കാണുമ്പോൾ ഇത് റിലീസായ സമയത്ത് ഇത് കണ്ടിറങ്ങിയപ്പോ ഒരുപാട് പേര് അറിയുന്നില്ല നമ്മൾ അതിനകത്തുണ്ട് എന്നുള്ളത് പോലും അറിയാതിരുന്ന നമ്മളോടൊപ്പം കണ്ടവരുണ്ട്. റിലീസായി ഇറങ്ങി വന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായി. കാര്യം പ്രേക്ഷകരൊക്കെ വരികയും അവര് നമ്മളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്ത ആ ഒരു അനുഭവം ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ബിഗ് സ്ക്രീനിൽ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ നേരിട്ടിങ്ങനെ നടന്നു വരുമ്പോൾ നമ്മളോട് അയ്യോ ഇന്ന ക്യാരക്ടർ ചെയ്ത ആളല്ലേ എന്ന് പറഞ്ഞാൽ നമ്മളോട് വന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത്രയും അധികം സന്തോഷം തോന്നാറുണ്ട്. തീർച്ചയായിട്ടും പലവരും നമ്മളെ കണ്ടിട്ട് അയ്യോ ഇപ്പം തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്ന ആളല്ലേ, അയ്യോ ആ സിനിമയിൽ ഉണ്ടായിരുന്നതല്ലേ എന്ന് പറഞ്ഞ് ഓടി വന്ന് നമ്മൾ പോകുന്ന വഴിയായാലും ഒക്കെ ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിഞ്ഞു വരികയും നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഒട്ടുമിക്ക ആർട്ടിസ്റ്റുമാരുടെയും അതേ രീതി തന്നെയാണ് നമുക്കും. അപ്പൊ നമുക്കൊരു വലിയ സന്തോഷം തന്നെയാണ് ആ ഒരു അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ചേച്ചി സിനിമയിൽ അല്ലെങ്കിൽ സീരിയൽ ഒരു ക്യാരക്ടർ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം അതിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകണം? എനിക്ക് അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പ്രിപ്പയർഡ് ആയിട്ട് ഒന്നുമില്ല മോളെ. വരുന്ന ക്യാരക്ടർ നമ്മൾ മുന്നേ കൂട്ടി പറയാതെ പോലും നമ്മൾ പോയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ മൂവിയിൽ ഇങ്ങനെ ഒരു അവസരമുണ്ട്, നിങ്ങൾ വരിക ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ ഒട്ടും പ്രിപ്പയർഡ് ആയിട്ടല്ല ഞാൻ പോയിട്ടുള്ളതും. പക്ഷെ ആ തരുന്ന കഥാപാത്രങ്ങൾ യാതൊരു ഫോൾട്ടും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, പോരുന്നിട്ടുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് പ്രിപ്പയർഡ് ആയിട്ടില്ല മോളെ. നമുക്ക് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുമല്ലേ? അതെ, അത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതുപോലും ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ധൈര്യത്തോടു കൂടി ചെയ്യുന്നു. അങ്ങനെ ഒരു ടെൻഷന്റെ കാര്യം എനിക്ക് വന്നിട്ടില്ല. കാരണം ചേച്ചിക്ക് ഇത്രയും നല്ല കഴിവുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പ്രിപ്പറേഷന്റെ ആവശ്യമൊന്നും ഇല്ല അല്ലേ? വന്നിട്ടില്ല അങ്ങനെ വന്നിട്ടില്ല. പിന്നെ ചേച്ചി ഒരു ആക്ടിംഗ് കരിയറിൽ ചേച്ചിക്ക് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് കാണില്ലോ? നമുക്കിപ്പോ സീരിയലിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് എന്തായാലും ഉണ്ടായി കാണും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. അത് ഏത് സമയവും നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ച് നമ്മുടെ ഈ കോവിഡ് ടൈം ഉണ്ടായിരുന്നല്ലോ. കോവിഡ് ടൈമിൽ നമുക്ക് വർക്കിന് ഇറങ്ങാൻ പറ്റാതെ എല്ലാ പ്രൊഫഷണൽ ആൾക്കാരും വീട്ടിലിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, എല്ലാ മനുഷ്യരും. ആ സമയത്ത് ഒരുപാട് നമുക്ക് ഓർക്കേണ്ട ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് നിർത്താതെ വർക്കുള്ള ടൈമാണെന്ന്. എനിക്ക് വർക്കുണ്ട്. അപ്പൊ ആ ചെയ്ത ഒരു ദേവനന്ദ ടീച്ചർ എന്നൊരു കഥാപാത്രം, ആ ഒരു വർക്ക് ഞാൻ ചെയ്യാൻ പോയതിന്റെ ഓർമ്മ എന്നും എന്നോടൊപ്പം ഉണ്ട്. അത്രയും നല്ലൊരു കഥാപാത്രം എനിക്ക് ചെയ്യാൻ പറ്റി. അത്രയും പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു സമയമാണ് കോവിഡ് ടൈം. അത് നമ്മുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ്, മറക്കാൻ കഴിയില്ല. ചേച്ചി ഇപ്പം സീരിയലും സിനിമയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. സീരിയൽ എന്ന് പറയുമ്പോൾ ഒരു സെയിം കഥ തന്നെ ഒരുപാട് നാള് ലാസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സിനിമ എന്ന് പറയുമ്പോൾ ഒരൊറ്റ കഥയിൽ ഒരൊറ്റ സിനിമയായിട്ട് മാറുന്ന ഒന്നാണ്. അപ്പം ഈ സീരിയലും സിനിമയിലും അഭിനയിക്കുമ്പോഴേക്ക് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? അതെ, നമ്മള് സീരിയൽ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഫാമിലിയാണ്. ആദ്യമായിട്ട് നമ്മൾ ആ ഷൂട്ട് തുടങ്ങുമ്പോൾ ചെന്ന് കയറുന്ന ഒരവസ്ഥയാവില്ല. പിന്നീട് ഓരോ ഷെഡ്യൂൾ വരുമ്പോൾ നമ്മളൊരു കുടുംബമാണ് അവിടെ. എല്ലാ ദിവസവും കാണുന്നവരാണ്, എല്ലാ ദിവസവും ഒത്തുകൂടുന്നവരാണ്. അത് വർഷങ്ങളോളം നീണ്ടു പോകുന്നു. നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ അറിയാം ഇത് ഇത്ര നാള് ഇങ്ങനെ എല്ലാവരെയും നമുക്ക് കാണാൻ പറ്റും. സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ക്യാരക്ടർ അവർ ഫിക്സ് ചെയ്ത് തരുന്നു, നമ്മളെ കാസ്റ്റ് ചെയ്യുന്നു. നമ്മൾ നാട് വിട്ട് രാജ്യം വിട്ടൊക്കെ പോയി, നമ്മൾ ജില്ല വിട്ട്
ഒക്കെ പോയി നമ്മൾ അഭിനയിക്കേണ്ട ഒരു കാര്യമാണ് സിനിമ എന്ന് പറയുന്നത്. അവിടെ കഴിയുന്നു പോരുന്നു. ഇത് രണ്ട് ഇങ്ങനെയുള്ള രണ്ട് അനുഭവങ്ങളാണ് നമുക്ക് ഇതിനകത്തുള്ളത്. അപ്പൊ ഏതായാലും നമുക്ക് ക്യാമറയ്ക്ക് മുമ്പിൽ നിൽക്കേണ്ടതാണ്, നമ്മൾ അഭിനയിക്കേണ്ടതാണ്, എല്ലാവരും വീണ്ടും വീണ്ടും കാണുന്നതുമാണ് പരസ്പരം അങ്ങോട്ടും. സീരിയലിൽ നമുക്ക് കൂടുതൽ കണക്ഷൻസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. നമ്മൾ തൊട്ടടുത്തൊരു ക്യാരക്ടറുമായിട്ടാണെങ്കിൽ പോലും. സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പാക്കപ്പ് പറഞ്ഞു പോകും. പക്ഷെ സീരിയൽ എന്ന് പറയുമ്പോൾ നമ്മൾ കുറെ നാൾ അവിടെ നിന്ന് വർക്ക് ചെയ്ത് ഒരുപാട് കണക്ഷൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും അല്ലേ? അതെ അതെ അതെ, എല്ലാവരുമായിട്ട് എപ്പോഴും നമുക്ക് ഒരു മാസത്തിൽ 15 ദിവസം ഉണ്ടെങ്കിൽ ഒരു 8 ദിവസം 10 ദിവസം ഒക്കെ എല്ലാ മാസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുവാണ് സീരിയലിലുള്ളവരെന്ന് പറഞ്ഞാല്. സിനിമ ഒരുപാട് വ്യത്യാസമാണ്. സിനിമ അതാണ് രണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. അപ്പൊ ചേച്ചിക്ക് സിനിമയിലാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോണർ എന്താണ്? കോമഡി ആണോ അല്ലെങ്കിൽ റൊമാൻസ് ആണോ ത്രില്ലർ ആണോ? അല്ല, കോമഡി ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടില്ല. റൊമാൻസ് അത്ര എനിക്ക് എളുപ്പം പറ്റുന്ന ഒരു സംഭവമല്ല. റൊമാൻസ് എനിക്ക് ഒക്കുന്നില്ല. പിന്നെ ഈ പറഞ്ഞ ത്രില്ലർ അതാണ് കുറച്ചുകൂടി എനിക്ക് താല്പര്യം. അതെ അതെ അതെ, നമുക്കറിയാമല്ലോ നമ്മളെ പിന്നെ ഏത് നമുക്ക് കിട്ടിയാലും നമ്മുടെ പ്രൊഫഷൻ വെച്ച് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ചേച്ചിക്ക് ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഒരു ലോങ് ടേം ഗോൾസ് എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് ജനങ്ങൾ ഇപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായി മാറാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല. നമ്മൾ ആഗ്രഹിക്കും. നമ്മുടെ നാട്ടിൽ ആളുകളാണല്ലോ നമ്മളെ വിലയിരുത്തുക എന്നുള്ളത്, നമ്മുടെ പ്രേക്ഷകരാണ്. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായി ജനങ്ങൾ ശ്രദ്ധിക്കുന്ന, ജനങ്ങൾ അംഗീകരിക്കുന്ന ഒരു കഥാപാത്രമായി മാറാൻ കഴിയുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. പക്ഷെ നമുക്ക് അത് നമ്മുടെ ജോലിയുടെ ഓരോ ജോലിക്കും ഓരോ സ്വഭാവ രീതികളുണ്ടല്ലോ. നമുക്കത് കിട്ടണമെന്നില്ല. പക്ഷെ നമ്മുടെ ആഗ്രഹം അതാണ് ജനങ്ങളിലേക്ക് എത്തിച്ചേരുക, അവരുടെ ശ്രദ്ധ നേടുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ചേച്ചിയുടെ ഇനി വരാനിരിക്കുന്ന സിനിമകള്, സീരിയൽസ് ഒക്കെ ഏതൊക്കെയാണ്? ഞാൻ ഇപ്പം റിലീസിന് ശേഷം 3 മൂവീസ് റെഡിയായി ഇരിക്കുന്നു. ഉടൻ ഒരു ഷൂട്ട് തുടങ്ങുന്ന ഒരു മൂവി ഇപ്പം തന്നെ ഉണ്ട്. പിന്നെ 2 നമ്മൾ ചർച്ചയിലിരിക്കുകയാണ്. അതൊന്നും നമുക്കിപ്പോ പറയാൻ പറ്റില്ല. സീരിയൽ എന്ന് പറയുമ്പോൾ ഏഷ്യാനെറ്റിലും സൂര്യയിലുമായിട്ട് 2 പ്രോജക്റ്റ് ഇപ്പം ഞാൻ ചെയ്യാൻ റെഡിയായിരിക്കുന്നു. ഡേറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇതൊക്കെയാണ്. വരാനിരിക്കുന്ന മൂവിയുടെ പേരെന്താണ്? വരാനിരിക്കുന്ന മൂവിയുടെ പേരുകൾ എനിക്കിപ്പോ വെളിപ്പെടുത്താൻ പറ്റില്ല. കാര്യം അത് മുന്നേ കൂട്ടി നമുക്ക് വെളിപ്പെടുത്താൻ ഉള്ള അലൗഡ് ഇല്ല. ഇനി മറ്റ് ലാംഗ്വേജസിലൊക്കെ അഭിനയിക്കാനായിട്ട് ഒരു അവസരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി പോകുമോ? ഉറപ്പായിട്ടും പോകും. കാര്യം നമ്മുടെ ജോലി ഇതാണല്ലോ. പിന്നെ മലയാളത്തിൽ നമ്മൾ നന്നായിട്ടൊന്ന് നിലയുറച്ച് അതിനുശേഷം നമുക്ക് മറ്റു ലാംഗ്വേജിലോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അതിനുള്ള ഇപ്പൊ തന്നെ തമിഴ് മൂവീസ് 1-2 ചർച്ചയിലിരിക്കുന്നു. ഉറപ്പായിട്ടും നമ്മൾ പോകും, ചെയ്യും. അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. അതെ അതെ. ഇപ്പൊ തമിഴാണോ അതോ ബോളിവുഡിലേക്ക് പോകാനായിട്ടാണോ കൂടുതലൊരു താല്പര്യം? എനിക്ക് തമിഴ് ചെയ്യാനാണ് താല്പര്യം. ബോളിവുഡിലോട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ ഒരു അവസരം വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അറിയില്ല. അങ്ങനെ വന്നാൽ ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് തമിഴിലേക്ക് പോവാനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. ആഗ്രഹം അതാണ്. ചിലപ്പോ നല്ല നല്ല ഡയറക്ടേഴ്സിന്റെ ഒക്കെ ഇടയിൽ നിന്നും ഒരു ബോളിവുഡിൽ നിന്നൊക്കെ ഒരു അവസരം, ഒരു അമ്മയുടെ റോള് ചെയ്യാനൊക്കെ ചിലപ്പോ ഭാഗ്യം വന്നേക്കാം അല്ലേ? അതെ അതെ. ഇപ്പം തന്നെ തമിഴില് തന്നെ ഡയറക്ടറാണ്. നമ്മളെ കണ്ടു, സംസാരിച്ചു, പരസ്പരം ഞങ്ങൾ നേരിൽ കണ്ടിരുന്നു. ഡയറക്ടർ, ക്യാമറ, അങ്ങനെ ആൾക്കാരെല്ലാം പുതിയ മൂവിക്ക് വേണ്ടിയിട്ട് കണ്ട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുവാണ്. അത് നമ്മളെ ഇൻസ്റ്റാ വഴി കണ്ട് നമ്മളെ അവർ വിളിച്ചതാണ്. അപ്പൊ അത് തന്നെ ഒരു വലിയ കാര്യമാണ്. കാര്യം അങ്ങനെ ഒരു അവസരം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നതല്ല. അപ്പൊ അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അതുപോലെ ഈ പറഞ്ഞ ബോളിവുഡിലേക്ക് നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നുകൂടാ എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അവസരത്തിന് വേണ്ടിയിട്ട്. അതെ, അങ്ങനെയുള്ള നല്ലൊരു ഡയറക്ടറിന്റെ ഭാഗത്തു നിന്നും ഒരു അവസരം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കാട്ടോ ചേച്ചി. ഓക്കെ, താങ്ക് യു മോളെ. താങ്ക് യു. ചേച്ചിക്ക് വേറെന്തെങ്കിലും അഭിനയം അല്ലാതെ വേറെന്തെങ്കിലും സ്കില്ലുകളൊക്കെ ഉണ്ടോ? പാട്ട് പാടാനായിട്ട്, ഡാൻസ് കളിക്കാനായിട്ട്, അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? അത്യാവശ്യം ഞാൻ ചെറുപ്പത്തിൽ ഡാൻസ് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നീട് തുടർന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. ചെറുപ്പത്തിൽ ഡാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ പാടാൻ പറഞ്ഞാൽ പാടും. അത് പക്ഷേ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന രീതിയിലാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പാടും. നമ്മുടെ ഒരു പ്രൊഫഷന്റെ ഭാഗമായിട്ട് നമ്മൾ അതും അറിഞ്ഞിരിക്കണമല്ലോ. ഇതിപ്പോ നമുക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ട് പാടാതെ ഇപ്പൊ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമോ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് അങ്ങനെ ചിന്തിക്കത്തില്ല, പാടും. അപ്പൊ എന്തായാലും ചേച്ചിയെ കൊണ്ടൊരു പാട്ട് പാടിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അയ്യോ, പാട്ട് പാട്. പറ്റും, എന്തായാലും പറ്റും. എനിക്ക് വരികൾ കറക്റ്റ് അറിയത്തില്ല. വേണമെങ്കിൽ ഒരു 1-2 വരി ഞാൻ പാടാം. വരികൾ തെറ്റിയാൽ നിങ്ങൾ അതിൽ കേൾക്കുന്നവരായാലും എന്നെ കുറ്റം പറയില്ലേ. അതൊന്നും കുഴപ്പമില്ല, ചേച്ചി പാടിക്കോ, ധൈര്യമായിട്ട് പാടിക്കോ. ഓക്കെ.
ഒരു മിൻസാര പാർവയും വേഗം വേഗം ഉന്നോടു ഞാൻ കണ്ടുകൊണ്ടേ ഒരു പെണ്ണോട് തോன்றிடும் താപം താപം ഉന്നോടു ഞാൻ കണ്ടുകൊണ്ടേ ഉന്നെ മറന്നു വിട്ടേ. ഇത്രേ അറിയത്തുള്ളൂ. എന്റെ പൊന്നെ, ഇതൊരു ചെറിയ രീതിയിലുള്ള കേസ് ചിത്രയാണല്ലോ. അയ്യോ, ഇതൊക്കെ ഇന്ന് പുറത്തേക്ക് എടുക്കണ്ടേ? ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കുവാണോ ഉള്ളിൽ ഒതുക്കി? വീട്ടില് പാടും ലൊക്കേഷനിലൊക്കെ ചെന്നിരുന്നാ ഞാൻ ഇത് പോണം പാടും. പക്ഷെ വരികൾ കറക്റ്റ് ആവില്ല. അപ്പൊ എല്ലാരും ചിരിച്ചിട്ട് പറയും വരി കറക്റ്റ് അല്ലെങ്കിൽ നീ പാടുന്നുണ്ട്, നീ പാടിക്കോ. പാടും ഞാൻ. ഇത് വരി ഇപ്പൊ കറക്റ്റ് ആണെന്ന് പോലെ എനിക്കറിയത്തില്ല. പക്ഷെ ഞാനങ്ങ് കേട്ടിരുന്നു പോയി. അത്രയും നല്ല സ്വീറ്റ് ആയിട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. നന്നായിട്ട് പാടാനുള്ള കഴിവും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പുറത്തേക്ക് എടുക്കണം. എല്ലാ ഡയറക്ടേഴ്സിന്റെ ഒക്കെ എടുത്തു പോകുമ്പോൾ പാട്ട് പാടാനായിട്ടുള്ള കഴിവും കൂടി ഉണ്ടെന്ന് പറയുമ്പോൾ സിനിമയ്ക്കൊരു പാട്ടുമാകും, ഒരു ഗായികയും കൂടി ആവും. ചുമ്മാതാണെങ്കിലും കേട്ടപ്പോ ഒരു സുഖമുണ്ട്, സന്തോഷം. ചുമ്മാതെയാണോ ഇങ്ങനെ പറയുന്നത്? കേട്ടിട്ടല്ലേ. എനിക്ക് പാട്ട് പാടാനായിട്ട് അത്ര ഒരു എബിലിറ്റി ഒന്നുമില്ല. പക്ഷെ നമ്മൾ പാട്ട് പാടാൻ കഴിവുള്ളവർ പാടുമ്പോൾ നമ്മളത് അപ്രിഷിയേറ്റ് ചെയ്യണമല്ലോ. അതെ അതെ, ശരിയാണ്. ചേച്ചി, അപ്പൊ ഈ ഒരു ആക്ടിങ് കരിയറിലേക്ക് വരാനായിട്ട് ഒരുപാട് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടല്ലേ? യങ്സ്റ്റേഴ്സ് മാത്രമല്ല, കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള ആളുകളും ഒക്കെ സിനിമയിലേക്കും അതുപോലെ തന്നെ സീരിയലിലേക്ക് അഭിനയിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമുള്ള ആളുകളുണ്ട്. അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു മെസ്സേജ് എന്താണ്? മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്ന് പിന്നെ ആക്ട്രസിന് നടന്മാരെ തെരഞ്ഞു നടക്കേണ്ട ഒരു കാലമേ അല്ല. ഇഷ്ടം പോലെ അഭിനയിക്കാൻ കുട്ടികളായാലും മുതിർന്നവരായാലും ക്യൂ നിൽക്കുന്ന ഒരു സമയമാണിപ്പോ. നമുക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടണം എന്നില്ലെങ്കിൽ പോലും ഡയറക്ടർക്ക് വേണ്ടുന്ന അല്ലെങ്കിൽ ആ ക്യാരക്ടറിനൊത്ത് അഭിനയിക്കാൻ കഴിവുണ്ടോ കയറി വരാൻ ഉറപ്പായിട്ടും ഒരു പക്ഷേ കഴിയും. നമ്മൾ ഇഷ്ടപ്പെടണം അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ എനിക്കത് വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു രീതിയാണ് എന്ന് വെച്ചാൽ കയറി വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്രൊഫഷനെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതാണ് എന്റെ ജോലി, ഇതാണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരാൻ കഴിയുമെങ്കിൽ നമ്മുടെ ഈ പ്രൊഫഷനിൽ നിലയുറപ്പിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്ന് പറയുന്നത് ഇതാണ്. ഉറപ്പാണ്. സിനിമയിലേക്ക് അനുഭവം വെച്ചിട്ട് ഞാൻ പറയുവാണ്, കടന്നു വരുന്ന ഇന്നത്തെ കാലം അറിയാമല്ലോ. ഇന്ന് നമ്മുടെ സിനിമ സീരിയൽ മേഖല എന്താണ് എന്ന് വ്യക്തമായിട്ട് എല്ലാവർക്കും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതിനെ മനസ്സിലാക്കി ആണ് പോലും പെണ്ണ് പോലും മുതിർന്നവർ പോലും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പോവാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഒരു ഇപ്പം സിനിമയിലൊക്കെ ആണെങ്കിൽ ഇപ്പം ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പല കുട്ടികളൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരുന്നു സിനിമ ഫീൽഡ് മൊത്തം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ സീരിയലിലൊക്കെ അഭിനയിക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു അവസ്ഥ അവർക്കും വന്നേക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ. അതുകൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ അവർ ബാക്കിലേക്ക് മാറ്റി വെക്കാറുണ്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? അത് നമ്മൾ ഈ ഒരു സിനിമ സീരിയൽ മേഖലയിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ എടുത്തു പറയാൻ ഈ ഒരു പ്രശ്നം പറയുന്നത്. എല്ലായിടത്തും ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ എടുത്ത് ജനങ്ങളിലേക്ക് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സിനിമ സീരിയൽ മേഖലയിൽ ഇങ്ങനെ നടക്കുന്നു ഉണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അനുഭവങ്ങൾ ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ ഒരുപാട് പക്ഷെ തുറന്നുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ എല്ലാം വെളിപ്പെടുത്താൻ നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലോ. നമുക്കെല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ഞാൻ ആ ലിമിറ്റിൽ നിന്നുകൊണ്ട് പറയുന്നു, നമ്മൾക്ക് ചെയ്യാൻ കഴിയും, പ്രശ്നമില്ല, ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ കഴിയുന്നു എന്ന് തോന്നലിലേക്ക് നമ്മൾ എത്തിച്ചേരുക. പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നതിന് നമ്മൾ മാറുക. അത് അവനവന്റെ നമ്മുടെ തന്നെ ഇഷ്ടമാണല്ലോ. ഇതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ളത്. സിനിമ ഒരു ഫീൽഡിലേക്ക് വരാനായിട്ട് ആഗ്രഹമുള്ളവർ ഒരിക്കലും മിസ് ചെയ്യാണ്ട് ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വരണമല്ലേ? കാരണം നമുക്ക് ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ സിനിമയിലൂടെയും സീരിയലിലൂടെയും ഒക്കെ ലഭിക്കും. നമ്മുടെ ഒരു തലവര തന്നെ മാറ്റാനായിട്ടൊരു കെൽപ്പുള്ളതാണല്ലോ ഈ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. അതെ അതെ അതെ, ശരിയാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമുണ്ട്. ഞാനൊരു ഇന്റർവ്യൂല് ഒരു ചാനൽ, യൂട്യൂബ് ചാനലിൽ ഞാൻ കൊടുത്തിരുന്ന ഇന്റർവ്യൂവിൽ ഞാൻ പറയാം, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അത്. നമ്മൾ സിനിമ കാണുന്ന കാലം മുതലേ അഭിനയിക്കണം എന്ന് പോലും അറിയില്ല എങ്കിൽ പോലും എന്റെ ഒരു ആഗ്രഹമായിരുന്നു വിജയ് സാറിനൊപ്പം തമിഴില് ഒരു ചെറിയ സീനെങ്കിലും ചെയ്യാൻ പറ്റുക എന്നുള്ളത്. മുഴുനീളെ വിജയ് സാറിന്റെ ഒപ്പം ചെയ്തു പോണ ഒരു നായിക കഥാപാത്രം ഒന്നല്ല, എന്തും ആയിക്കൊള്ളട്ടെ, ഒരു ചെറിയ സീനെങ്കിലും ചെയ്യാൻ കഴിയാന്നുള്ള ഒരു വലിയ ആഗ്രഹമാണ് എന്റെ ഈ ഒരു പ്രൊഫഷനിൽ ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ആ ഒരു ആഗ്രഹം എന്തായാലും ഒരു മുഴുനീള ക്യാരക്ടർ ചെയ്യാനായിട്ടുള്ള ഭാഗ്യം ചേച്ചിക്ക് തീർച്ചയായിട്ടും എന്തായാലും ഉണ്ടാവും. നല്ല കഴിവുള്ള ചേച്ചിമാർക്ക് എന്തായാലും അത് ഒരിക്കൽ അത് കിട്ടുന്നതായിരിക്കും. കിട്ടണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് ഞാൻ പറഞ്ഞു, നടന്നാലും ഇല്ലെങ്കിലും
ഞാനത് പറഞ്ഞതാണ്. എന്നാലും വിജയ് സാറിന്റെ കൂടെ അഭിനയിക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ദളപതി ഫാൻ അല്ലേ ആ പുറത്ത് വന്നത്? മലയാളം, തമിഴ്, ഹിന്ദി എല്ലാ ചിത്രങ്ങളും ഞാൻ കാണുന്നെങ്കിൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും എന്താ പറയാ അഭിനയിക്കാൻ ആഗ്രഹം കാണിക്കുകയും ചെയ്തിട്ടുള്ളത് വിജയ് സാറിനൊപ്പമാണ്. അല്ലാതൊന്നും എനിക്ക് അത്ര വലിയ എല്ലാം ചെയ്യാനുള്ള ഒരു താല്പര്യമേ ഉള്ളൂ. ഇത് ഭയങ്കര ഒരു ആഗ്രഹമാണ്. പക്ഷെ ഒരു ചെറിയ സങ്കടം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പടം കൂടെ അല്ലേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് വിജയ് സാറ് പോവാണല്ലോ, രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ്. അതാണല്ലോ ഒരു സങ്കടം. അതാണ് നമ്മുടെ ഒരു സങ്കടം. ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ, നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം. ഒരു ആർട്ടിസ്റ്റ് ആവുന്നതിന് മുമ്പിട്ടേ നമ്മുടെ ഉള്ളിൽ തോന്നിയ ഒരു ആഗ്രഹമാണ് അത്. ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുക, നേരിലൊന്ന് കാണാൻ പറ്റുക എന്നൊക്കെയുള്ളത്. പക്ഷെ അത് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് കഥയില്ലല്ലോ. എപ്പോഴെങ്കിലും എവിടെങ്കിലും വെച്ച് മുഖാമുഖം ഒന്ന് കാണാൻ കിട്ടിയാലും അതും കഴിഞ്ഞു. ആ ആഗ്രഹം അത്രയാണ്, അവിടെ കഴിഞ്ഞു എന്ന് പറയാം. ആ ആഗ്രഹം എന്തായാലും ഒരിക്കലും ചേച്ചിക്ക് സാധ്യമാകൂട്ടോ. ഞങ്ങൾ എല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു മോളെ. ചേച്ചിയോട് സംസാരിക്കാൻ പറ്റിയതിലും ഒത്തിരി ഹാപ്പിയാണ് ഞാൻ. അപ്പോൾ റെഡ് കാർപ്പറ്റിൽ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് രമ്യ ചേച്ചിയായിരുന്നു. രമ്യ ചേച്ചിയുടെ പുതിയ സിനിമകളെ കുറിച്ചും സീരിയൽ വിശേഷങ്ങളെ കുറിച്ചും ഒക്കെ കേട്ടറിഞ്ഞു. ഇത്രയും നല്ല പൊളൈറ്റ് ആയിട്ട്, ഇത്രയും നല്ല ജെനുവിൻ ആയിട്ട് ചേച്ചിയോട് എനിക്ക് സംസാരിക്കാൻ പറ്റിയതിലും ചേച്ചി ഇങ്ങോട്ടും കോപ്പറേറ്റ് ചെയ്തും അത്രയും നല്ല മനോഹരമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്രയും നേരം ചേച്ചി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിച്ചത് കൊണ്ട് തന്നെ ചേച്ചിക്ക് എന്റെയും അതുപോലെ തന്നെ ആശ്രയ FM-ന്റെയും പേരിൽ നന്ദി അറിയിക്കാണ്. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു മോളെ. എനിക്ക് നിങ്ങളോടൊപ്പം ഇത്രയും നേരം ചെലവഴിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു.